വീഡിയോ ഓണാക്കുവാൻ സാധിക്കുന്നവര് വീഡിയോ ഓണാക്കിയിരുന്നാൽ കാണുവാൻ സാധിക്കും. വീഡിയോ നിങ്ങൾ ഓണാക്കുന്നുവെങ്കിൽ നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നതാണ്. നമ്മൾ ഒരാൾ അങ്ങോട്ട് പറയുമ്പോൾ അത് കേൾക്കുന്നു എന്നുള്ളത് പഠിപ്പിക്കുന്നവർക്കും ബോധ്യം വരേണ്ടതിന് സാധ്യമാകുന്നവരെല്ലാം വീഡിയോ ഓണാക്കി വെക്കുക. ഓക്കെ. യേശുക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും എന്നുള്ള വിഷയത്തിൽ കർത്താവിന്റെ ഒലിവുമല പ്രഭാഷണം, അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒലിവുമല പ്രഭാഷണത്തിന്റെ ഒന്നാം ഭാഗം യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 24:1 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. തുടർന്ന് 24-ാം അധ്യായം 45 മുതൽ 25-30 വരെ ദൈവസഭയെ കുറിച്ചുള്ള വെളിപ്പാടുകൾ, ദൈവസഭയെ സംബന്ധിച്ചുള്ള വെളിപ്പാടുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കർത്താവിന്റെ മടങ്ങിവരവും ദൈവസഭയും. ഇത് യുഗാന്ത്യ ശാസ്ത്രമാണ്. ഇതിന് മറ്റൊരു പേര് ഞാൻ പറഞ്ഞിരുന്നു. ഒലിവുമല പ്രഭാഷണത്തിന് മറ്റൊരു പേര് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് ചോദിച്ചതാണ്. സമവീക്ഷണ വെളിപ്പാട്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പ്രായം കൂടിയ അംഗങ്ങളിൽ ഓരോ സ്റ്റുഡൻസിൽ ഒരാളാണ് ഇപ്പോൾ ആ ഉത്തരം പറഞ്ഞ ബേച്ചാനല്ലേ പറഞ്ഞത്? അതെ. അപ്പോൾ സിനോപ്റ്റിക് അപ്പോക്കാലിപ്സ് അല്ലെങ്കിൽ സമവീക്ഷണ വെളിപ്പാടെന്ന് ഇതിന് പറയുന്നു. ഇത് യുഗാന്ത്യ സംബന്ധിയായ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്നതാണ്. കർത്താവിന്റെ മടങ്ങിവരവും ദൈവസഭയും എന്നുള്ള വിഷയത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിന്റെ 45 മുതൽ 51 വരെയുള്ള വചനഭാഗത്തിൽ ഒരു യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്തിന് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ എന്ന് ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം കർത്താവ് തന്നെ പറയുകയാണ്. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. എങ്ങനെ? തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന ദാസൻ ഭാഗ്യവാൻ. യജമാനൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടെ തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഈ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അവിടെ ദാസനെന്ന് പരിഭാഷ ചെയ്തിരിക്കുന്നത് ദ്യൂലോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ്. ആ വാക്കിന് സെർവന്റ് എന്നോ ദാസനെന്നോ അർത്ഥമില്ല. ആ വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ, അടിമ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. യജമാനന്റെ, ധന്യനായ ഒരു യജമാനന്റെ അടിമയായി യജമാനന്റെ ഇഷ്ടം ചെയ്യുവാൻ, യജമാനന്റെ സ്വരം കേട്ട് അനുസരിപ്പാൻ, യജമാനന്റെ ഹിതം പ്രവർത്തിക്കുവാൻ സമർപ്പിച്ചിരിക്കുന്ന ഒരു അടിമ. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നാം ഓരോരുത്തരും അങ്ങനെയാണ്. നമ്മുടെ അവകാശങ്ങൾ സംബന്ധിച്ച് മക്കളായിരിക്കുമ്പോൾ തന്നെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നമ്മൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരായിരിക്കണം. ദൈവം അങ്ങനെയുള്ള ഒരു അടിമയിൽ നിന്ന്, ഡ്യൂലോസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ യജമാനൻ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി വിശ്വസ്തയോടുകൂടി ചെയ്യുക. യജമാനന്റെ ഭവനക്കാരെന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എഫെസ്യർ 2:19 പറയുന്നു, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. അപ്പോൾ ദൈവത്തിന്റെ ഭവനക്കാരാണ് വിശുദ്ധന്മാർ, അല്ലെങ്കിൽ ദൈവസഭ എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ ഭവനം. ദൈവത്തിന്റെ ഭവനത്തിൽ വിശുദ്ധന്മാർക്ക് തത്സമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന അടിമ, ശുശ്രൂഷക്കാരൻ വിശ്വസ്തനായിരിക്കാതെ അവൻ തീനിയും കുടിയനുമായി തന്റെ ഇഷ്ടം പോലെ ജീവിച്ചാൽ
യജമാനൻ അവനെ ദണ്ഡിപ്പിക്കുകയും അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകൂടിയും ഉണ്ടാവും. അങ്ങനെയുള്ള നിരുത്തരവാദമായി പ്രവർത്തിക്കുന്ന, സ്വാർത്ഥനായി പ്രവർത്തിക്കുന്ന അടിമയ്ക്ക് വിളിക്കുന്ന പേര് ദുഷ്ടദാസൻ. അതാണ് ഫെയ്ത്ത്ഫുൾ സെർവന്റ് ആൻഡ് ഈവിൾ സെർവന്റ് അല്ലെങ്കിൽ എന്ന് പറയുന്ന വിശ്വസ്തനായ ദാസനും ദുഷ്ടനായ ദാസനും എന്നുള്ള ആ വിഷയം. തുടർന്ന് നമ്മൾ 1 പത്രോസ് 5 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും എടുത്തുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിനെയും ആവർത്തിക്കുന്നില്ല. ഇന്ന് നമ്മൾ അതിന്റെ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. അടുത്ത ഭാഗം ബുദ്ധിയുള്ള ശുശ്രൂഷക്കാരും ബുദ്ധിയില്ലാത്ത ശുശ്രൂഷക്കാരും. മത്തായി 25 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ബുദ്ധിയുള്ള ശുശ്രൂഷക്കാരും ബുദ്ധിയില്ലാത്ത ശുശ്രൂഷക്കാരും. നമുക്ക് വളരെ പരിചിതമായ ഒരു ഉപമയാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ വൈസ് ആൻഡ് ദ ഫൂളിഷ് മേറ്റ്സ്. അവിടെ ബുദ്ധിയുള്ള ശുശ്രൂഷക്കാരും അവിടെ കാണുന്ന കന്യകമാരെ കുറിച്ച് അവർ ശുശ്രൂഷക്കാരാണ്. അത് നമ്മൾ അവിടേക്ക് വരികയാണ്. പുരാതന കാലത്തെ യഹൂദന്മാരുടെ വിവാഹ നിശ്ചയവും വിവാഹവും പശ്ചാത്തലമാക്കി ദൈവരാജ്യത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചും വെളിപ്പെടുത്തുന്ന ഒരു ഉപമയാണ് ഈ 10 കന്യകമാരുടെ ഉപമ. ഇത് നമുക്ക് വളരെ സുപരിചിതമാണ്. യഹൂദന്മാരുടെ വിവാഹങ്ങളിൽ ഒരു പുരുഷൻ തനിക്കായി ഒരു കന്യകയെ വിവാഹ നിശ്ചയം ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് സൗകര്യമുള്ള ഒരു സമയത്ത് മണവാട്ടിയുടെ ഭവനത്തിലേക്ക് വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പതിവായിരുന്നു. നമുക്കറിയാം, മറിയ യോസഫിന് വിവാഹ നിശ്ചയം ചെയ്തവളായിരുന്നു. മറിയ യോസഫിന് വിവാഹ നിശ്ചയം ചെയ്തവളായിരുന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുന്നു 18-ാം വാക്യത്തിൽ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജന്മം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ. അപ്പോൾ അവിടെ താഴോട്ട് പറഞ്ഞ് വരുന്ന ഉടനെ 20-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായ ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ആ യുവതിയെ സംബന്ധിച്ച് അപ്പോൾ തന്നെ അവൾ ഭാര്യയായി കഴിഞ്ഞു. എന്നാൽ അവൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് മണവാട്ടിയുടെ ഭവനത്തിലേക്ക് വന്ന് അവളെ തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായിരുന്നു പതിവ്. അങ്ങനെ വരുമ്പോൾ ആ സമയം മണവാളനായി അവന്റെ മണവാട്ടിയെ ഒരുക്കി നിർത്തുന്നത് അവളുടെ തോഴിമാരുടെ ദൗത്യമായിരുന്നു. ഇന്ന് ബ്യൂട്ടീഷ്യന്മാരൊക്കെ ഒരുക്കുന്നത് പോലെ അന്ന് തോഴിമാര് ഈ മണവാട്ടിയെ ഒരുക്കി നിർത്തും. കർത്താവ് പറയുന്ന ഈ ഉപമയിൽ 10 കന്യകമാരെന്ന് പറയുന്നത് മണവാളൻ വരുന്ന സമയം മണവാട്ടിയെ ഒരുക്കി നിർത്തുന്ന ശുശ്രൂഷക്കാരായ തോഴിമാരാണ്. ഈ നിലയിൽ നിങ്ങൾ പലരും ഇത് കേട്ട് കാണില്ല. എന്നാൽ ഇതാണ് എൻ്റെ ശരിയായ വ്യാഖ്യാനം. ഈ 10 കന്യകമാരെന്ന് പറയുന്നത് മണവാളൻ ഒരു മണവാട്ടിയേ ഉള്ളൂ. ആ മണവാട്ടിയെ ഒരുക്കുന്ന ശുശ്രൂഷക്കാരത്തികളാണവർ. ഇവിടെ 2 വിധത്തിലുള്ള ശുശ്രൂഷക്കാരെ കാണുന്നുണ്ട്. കർത്താവ് പറയുന്ന ഈ ഉപമയിൽ 2 വിധത്തിലുള്ള ശുശ്രൂഷക്കാര്. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവർ, 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. കഥ നിങ്ങൾക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വായിപ്പിക്കാത്തതും സ്ക്രീനിൽ കാണിക്കാത്തതും. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരെന്താ ചെയ്തത്? വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും എടുത്തു.
ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും കരുതിയിരുന്നു. ക്രിസ്തു എന്ന ഉത്തമ മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മണവാട്ടിയാണ് ദൈവത്തിന്റെ സഭ. ക്രിസ്തു എന്ന ഉത്തമ മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മണവാട്ടിയാണ് ദൈവത്തിന്റെ സഭ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ അവളെ, അതായത് ക്രിസ്തു തന്റെ സഭയെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറാചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എഫേഷ്യൻസ് 5:26-27. അപ്പോൾ തന്റെ കാന്തയാകുന്ന സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്, ദൈവമാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷക്കാർ, അവരുടെ കയ്യിൽ എണ്ണ, വചനം സ്റ്റോക്ക് വേണം, വചനം വായിക്കണം, അതിൽ മെഡിറ്റേറ്റ് ചെയ്യണം, അത് നിത്യം ചെയ്തുകൊണ്ടിരിക്കണം. പണ്ടൊരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, മിക്കവരുടെയും ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടുക്ക് കുറച്ചു ഭാഗം മുന്നോട്ട് തള്ളി നിൽക്കും. മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം മറ്റൊന്നുമല്ല, അവർ നിത്യം വായിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. ബാക്കി ഭാഗങ്ങളൊന്നും അവർക്ക് വിഷയമേ അല്ല. അങ്ങനെയല്ല, ദൈവവചനം വായിക്കണം. പഴയ നിയമം നന്നായിട്ട് വായിച്ചിരിക്കണം, ചരിത്രം അറിയണം, പശ്ചാത്തലം അറിയണം, സുവിശേഷങ്ങൾ നന്നായി വായിച്ചിരിക്കണം, കർത്താവിന്റെ ഐഹിക ശുശ്രൂഷയെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി ചരിത്രം അറിഞ്ഞിരിക്കണം, ലേഖനങ്ങൾ ഏറ്റവും കുറഞ്ഞത് റോമാലേഖനം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം, എബ്രായർക്ക് എഴുതിയ ലേഖനം, ഈ ലേഖനങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. എല്ലാ ലേഖനങ്ങളും പഠിക്കേണ്ടതാണ്. നന്നായി ദൈവവചനം വായിക്കുക, അതിൽ ധ്യാനിക്കുക, നിത്യം ചെയ്തുകൊണ്ടിരിക്കണം. ലോകപ്രശസ്ത തിയോളജിയനായ ജോൺ മക്കാർദർ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. വളരെ നല്ല വൃദ്ധനാണ് അദ്ദേഹം. മക്കാർദർ സ്റ്റഡി ബൈബിൾ ഉണ്ട്, ബൈബിൾ കമന്ററി, അദ്ദേഹത്തിന്റെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്, നിരവധി പുസ്തകങ്ങൾ. ആഴമായ ദൈവവചന ജ്ഞാനമുള്ള ദൈവദാസൻ ഒരു ഇന്റർവ്യൂവിൽ ഒരിക്കൽ ഞാൻ കണ്ടതാണ്, യൂട്യൂബിൽ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വായന നിർത്തിയാൽ പിന്നെ പ്രസംഗിക്കാനോ എഴുതാനോ സ്റ്റോക്കില്ലാതെ ശൂന്യമായി നിന്നുപോകും. ദൈവവചനം വായിക്കുക, ബൈബിൾ കമന്ററികൾ വായിക്കുക, സ്റ്റഡി ബൈബിളുകൾ കൂടെ റെഫർ ചെയ്തുകൊണ്ട് വചനഭാഗങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുവാൻ പരിശ്രമിക്കുക. എല്ലാവർക്കും എപ്പോഴും പ്രസംഗിക്കാൻ വേണ്ടി, പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടി ബൈബിൾ നോക്കുന്ന ശീലമാണ്. ഞാനിത് വായിച്ചിട്ട് എനിക്കെന്ത്, നമുക്കവിടെ പ്രസംഗിക്കാനോ ഒന്നും അവസരമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അങ്ങനെയല്ല, ദൈവവചനം വായിക്കണം. ഞാൻ വിദേശത്ത് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു സംഭവം, അവന്റെ പഠനത്തോടൊപ്പം അവന്റെ ഒരു ഇൻകമായിട്ട് അവൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ടീച്ചിങ് അസോസിയേറ്റ് എന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്നുണ്ട്. റെന്റിനും മറ്റു അല്പ തുക അതിൽ നിന്ന് കിട്ടും. ഒരിക്കലും അവന്റെ കൂടെ ടീച്ചിങ് അസോസിയേറ്റ് ആയിരുന്ന ഒരാൾ യൂണിവേഴ്സിറ്റി എന്തോ ഒരു അസൈൻമെന്റിൽ എവിടെയൊക്കെ വിടുകയാണ് 2 ദിവസം. അപ്പോൾ ആ ടീച്ചിങ് അസോസിയേറ്റിന്റെ ഡ്യൂട്ടി 2 മണിക്കൂർ പഠിപ്പിക്കുവാൻ ഈ സ്റ്റുഡന്റിനെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് അയച്ച ഇമെയിൽ ഇങ്ങനെയായിരുന്നു: നിനക്ക് ഈ 2 മണിക്കൂർ പഠിപ്പിക്കുന്നതിന് $100 or $200 സംതിങ്
പ്രതിഫലം കിട്ടും. മറ്റേവൻ തിരിച്ചു വരികയാണെങ്കിൽ പഠിപ്പിക്കേണ്ടി വരില്ല. എന്നാൽ പ്രിപ്പറേഷൻ ടൈം 4 മണിക്കൂർ പ്രിപ്പറേഷൻ ടൈം അല്ലെ 5 മണിക്കൂർ പ്രിപ്പറേഷൻ ടൈം എടുത്താൽ അതിന് എവരി അവർ $50 വെച്ച് പ്രതിഫലം തരുന്നതായിരിക്കും. ആ വിദ്യാർത്ഥി എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: മറ്റേ വ്യക്തി മടങ്ങി വന്നു, പഠിപ്പിക്കേണ്ടി വന്നില്ല. പക്ഷേ അദ്ദേഹം പ്രിപ്പറേഷൻ ടൈമായിട്ട് പറഞ്ഞിരുന്ന 4 മണിക്കൂറിന് യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് പ്രതിഫലം കൊടുത്തു. ഈ ലോകത്തിലെ ഒരു സ്ഥാപനം അവിടെ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകുന്നതിന് വേണ്ടി പ്രതിഫലം കൊടുത്തു. ജോലി ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെയെങ്കിൽ സമയത്തും അസമയത്തും സുവിശേഷം അറിയാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവൻ പ്രസംഗിക്കാൻ വേദിയില്ല എന്ന് പറഞ്ഞ് വായിക്കാതിരുന്നാൽ നഷ്ടമാക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കണം. കർത്താവ് നിനക്ക് തരുന്ന പ്രതിഫലം ഓർക്കണം. ഏത് സമയത്തും ഒരുങ്ങുക, തയ്യാറായിക്കൊണ്ടിരിക്കുക, വചനം പഠിക്കുക, വചനം ധ്യാനിക്കുക. ശുശ്രൂഷക്കാരന് മണവാട്ടിയെ ഒരുക്കുവാൻ ബുദ്ധിയുള്ള വിശ്വസ്തരായ ആ ശുശ്രൂഷക്കാർ, സഭയെ ഒരുക്കുവാൻ ചുമതലപ്പെട്ട തോഴിമാർ, അവർ പ്രയത്നിച്ചില്ല എങ്കിൽ കൈവിടപ്പെട്ടു പോകുമെന്നാണ് ഈ ഉപമയിൽ കൂടെ കർത്താവ് ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കാന്തയെ ഒരുക്കുവാൻ ദൈവം ശുശ്രൂഷക്കാരെ നൽകി തന്നിട്ടുണ്ട്. ഈ ശുശ്രൂഷക്കാരും ദൈവസഭയുടെ ഭാഗമാണ്. അതുകൊണ്ട് കാന്തയെ ഒരുക്കുവാൻ ശുശ്രൂഷക്കാരുണ്ടെന്ന് പറഞ്ഞിരിക്കുക മാത്രമല്ല, കാന്തയാകുന്ന സഭ തന്നെത്താൻ ഒരുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. സ്വയം തന്നെ ഒരുക്കുവാൻ ഓരോ വിശുദ്ധന്മാരും കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന പേജിൽ നാം വായിക്കുന്നുണ്ട്. തന്നെ വിശുദ്ധീകരിക്കട്ടെ. ദൈവസഭ അന്യോന്യം ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാരുടെ സമൂഹമാണ്. അന്യോന്യം ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാരുടെ സമൂഹമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അന്യോന്യം പ്രബോധിപ്പിക്കുക. ദൈവസഭയെ ഒരുക്കുവാനുള്ള കടപ്പാട് വ്യക്തിപരമായി നാം ഓരോരുത്തർക്കുമുണ്ട്. നമ്മുടെ കൂട്ട സഹോദരങ്ങളെ ഒരുക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. അപ്പോൾ തന്നെ ശുശ്രൂഷകന്മാർ, ദൈവം പ്രത്യേക നിയോഗം തന്നിരിക്കുന്ന ചില ശുശ്രൂഷകന്മാരെ പറ്റി എഫെസ്യർ 4-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെ വാക്യങ്ങൾ കാണുന്നുണ്ട്. അവർക്ക് മാത്രമല്ല, ഓരോ വിശുദ്ധന്മാർക്കും അതിനുള്ള കടപ്പാടുണ്ട്. അപ്പൊ അതിനായിട്ട് ഒരുക്കമുള്ളവരായിരിക്കണം. ബുദ്ധിയുള്ള ശുശ്രൂഷക്കാർ ഒരുക്കമുള്ളവരായിരിക്കും. ബുദ്ധിയില്ലാത്ത ശുശ്രൂഷക്കാർ കൈവിടപ്പെട്ടു പോകും. മടിയന്മാർ കൈവിടപ്പെട്ടു പോകും. 3-ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനും ദുഷ്ടനും മടിയനുമായ ദാസനും. നല്ലവനും വിശ്വസ്തനുമായ ദാസനും ദുഷ്ടനും മടിയനുമായ ദാസനും. അവിടെ 25-ാം അധ്യായത്തിന്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഉപമ പറയുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന മറ്റൊരു ഉപമ. ദ പാരബിൾ ഓഫ് ദ ടാലന്റ്സ്, താലന്തുകളുടെ ഉപമ. ഇത് നമുക്ക് വളരെ സുപരിചിതമായ ഉപമയാണ്. ഈ ഉപമയിലെ യജമാനൻ തന്റെ സമ്പത്ത് 3 ദാസന്മാരെ ഭരമേൽപ്പിച്ച ആ സംഭവമാണ് വിവരിക്കുന്നത്.
അവരിൽ 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു, വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവനും വേറെ 2 നേടി. എങ്ങനെ തന്നെ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 2 താലന്ത് സമ്പാദിച്ചു. എന്നാൽ മൂന്നാമതൊരുത്തൻ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞു, യജമാനൻ വന്നു. അവരുമായി കണക്ക് തീർക്കുന്ന വേളയിൽ 5 താലന്ത് ലഭിച്ചവനും 2 താലന്ത് ലഭിച്ചവനും നാം കാണുന്നത് അവർക്ക് യജമാനന്റെ പ്രീതി ലഭിച്ചു. 5 താലന്ത് ലഭിച്ചവനോടും 2 താലന്ത് 5 കൊടുത്തവനും 2 കൊടുത്തവനും ഇരട്ടിയായി യജമാനന്റെ മുൻപിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക. അപ്പോൾ യജമാനൻ പറയുന്നത്, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. 5 കൊടുത്ത് 5 കൂടെ നേടിയവനോടും 2 കൊടുത്ത് 2 കൂടെ നേടിയവനോടും ഒറ്റ കാര്യം പറയുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസൻ, അല്പത്തിൽ വിശ്വസ്തനായിരുന്നവൻ, അവരെ അനുഗ്രഹിച്ച് പറയുകയാണ്, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. തങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരുന്ന താലന്ത് വ്യാപാരം ചെയ്യുവാൻ അവർ ഉത്സാഹമുള്ളവരായിരുന്നു. തങ്ങൾക്ക് താലന്തുകൾ ലഭിച്ച ഉടനെ അവർ ചെന്ന് വ്യാപാരം ചെയ്തത്. അവിടെ അങ്ങനല്ലേ നമ്മൾ വായിക്കുന്നത്? 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു, അങ്ങനെയല്ല വായിക്കുന്നത്. ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു, വേറെ 5 താലന്ത് കൂടെ നേടി. അങ്ങനെ തന്നെ, അതാണ് ഞാനത് മുമ്പ് എംഫസൈസ് ചെയ്ത് പറഞ്ഞത്. ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് 2 താലന്ത് ലഭിച്ചവൻ 2 കൂടെ നേടി. ആ ഉടനെ എന്നുള്ള പദം സൂചിപ്പിക്കുന്നത് എന്താണ്? എന്തായിരിക്കാം? തീഷ്ണത. യെസ്, അവരുടെ തീഷ്ണത, അവരുടെ ഉത്സാഹം, അവരുടെ വിശ്വസ്തത. അവരെ കുറിച്ച് ക്രിസ്തന്മാർ എന്ന് പറയുമ്പോൾ മൂന്നാമതൊരു വ്യക്തി, 1 താലന്ത് ഫലമേൽപ്പിക്കപ്പെട്ടവൻ, അവൻ യജമാനനെ പഴിക്കുകയാണ്. തന്നെ വ്യാപാരം ചെയ്തത്, തന്നെ ഏൽപ്പിച്ച താലന്ത് വ്യാപാരം ചെയ്യുവാൻ അവൻ മടികാട്ടി. അവൻ അവിശ്വസ്തനായ ദാസനായിരുന്നു, അവൻ ദുഷ്ടനും മടിയനുമായ ദാസനായിരുന്നു. നമ്മൾ ആ ഉപമ അവസാനിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, അവന്റെ പക്കൽ ഫലമേൽപ്പിച്ചിരുന്നത് കൂടെ എടുത്തിട്ട് വിശ്വസ്തനായ ദാസന്റെ പക്കൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ആ കൊള്ളരുതാത്ത ദാസനെ, ദുഷ്ടനും മടിയനുമായ ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്നു. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ ഇവിടെ കർത്താവ് ഈ 3 ഉപമകളിലൂടും നമ്മോട് ആവശ്യപ്പെടുന്നത്, കർത്താവിന്റെ മടങ്ങിവരവ് താമസിക്കുന്നു എന്ന് വരികിലും, ഒന്നാമത്തെ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവൻ മടങ്ങി വരാൻ താമസിക്കുന്നു, തിന്നുക കുടിക്കുക, കുടിയന്മാരോട് കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്ത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ട്, 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായി, അവരെ അടക്കി ഭരിച്ചുകൊണ്ട് ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടദാസന്മാർ. അങ്ങനെയാകരുത്. യജമാനൻ പരമേൽപ്പിച്ചിരിക്കുന്ന ആ ഭവനക്കാർക്ക് തക്ക സമയത്ത് ആഹാരം കൊടുക്കുവാൻ ശുശ്രൂഷക്കാരൻ കടപ്പെട്ടിരിക്കുന്നു. 2-ാമത് 10 കന്യകമാരുടെ ഉപമയിൽ മണവാട്ടിയെ ഒരുക്കുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആ ശുശ്രൂഷക്കാരത്തികൾ
ഏത് സമയത്തും ഒരുങ്ങിയിരുന്ന് എണ്ണ കരുതിക്കൊണ്ട് ഒരുക്കി കൊണ്ടുപോകുവാൻ കടപ്പെട്ടവരാണ്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കുക. മൂന്നാമത് ഈ ഉപമയിൽ നമ്മൾ കാണുന്നത് താലന്തുകളുടെ ഉപമയിൽ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ആ താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ, ഉത്സാഹമുള്ളവരായിരിക്കാൻ ദൈവം ശുശ്രൂഷക്കാരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മളിൽ നിന്നും ദൈവം വിശ്വസ്തരായ ശുശ്രൂഷക്കാരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ മടങ്ങിവരവും ദൈവസഭ അല്ലെങ്കിൽ ദൈവസഭയെ സംബന്ധിച്ചുള്ള ആ എസ്കറ്റോളജി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് ജാതികളെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ജാതികളോടുള്ള അരുളപ്പാടാണ്. മത്തായി 25:31 മുതൽ 46 വരെയുള്ള വചനഭാഗത്തിൽ ജാതികളോടുള്ള അരുളപ്പാടാണ്. അത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷയോടനുബന്ധമായി സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത്. ഇപ്പോൾ നടക്കുവാൻ നാം പ്രതീക്ഷയോടെ നോക്കി പാർക്കുന്നത് കർത്താവിന്റെ മേഘപ്രത്യക്ഷത, രഹസ്യ പ്രത്യക്ഷത, ദൈവസഭയെ ചേർക്കുവാനുള്ള ആ പ്രത്യക്ഷതയാണ്. ഫസ്റ്റ് ഫേസ് ആണ്. അതിന്റെ 7 വർഷം കഴിയുമ്പോൾ, അതായത് ഭൂമിയിൽ മഹോപദ്രവകാലം കഴിയുമ്പോൾ കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായിട്ട് ഈ ഭൂമിയിലേക്ക് വരും. അതാണ് മഹത്വ പ്രത്യക്ഷത. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ യേശുവിന്റെ കാല് യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം, സെഖരിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. സെഖരിയ 14-4 വാക്യം. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിന് എതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറേ നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. മതി മതി. അവിടെ സെഖരിയ പ്രവാചകനിലൂടെ അരുളി ചെയ്തിരിക്കുന്നത് ഒലിവുമലയിൽ വന്ന് നമ്മുടെ കർത്താവ് തേജസ്സോടെ വന്ന് കാൽ വെക്കുമ്പോൾ ഒലിവുമല രണ്ടായിട്ട്, കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും ഒരു പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ചിലരെ ഇങ്ങനെ പ്രസംഗം ചെയ്യാൻ കേട്ടിട്ടുണ്ട്, ഒലിവുമലയ്ക്ക് ഇപ്പോഴേ താഴേന്ന് ചില ക്രാക്കൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാതാ കേട്ടോ. ഞാൻ വളരെ അതിനെപ്പറ്റി സെർച്ച് ചെയ്തു. അതൊക്കെ ചുമ്മാതെ ഒരു ഇളക്കപ്പെരുപ്പം ഉണ്ടാക്കാൻ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ പണ്ട് വടക്കേ ഇന്ത്യയിലായിരുന്ന സമയത്ത് ഒരിക്കല് ഒരു കരാട്ടെ ഷോ കാണാൻ പോയി. അവിടെ വലിയൊരു ഐസ്, അവിടുത്തെ മാസ്റ്റർ ഇങ്ങനെ തലകൊണ്ടടിച്ചു പൊട്ടിക്കുന്ന ഒരു ഷോ ഉണ്ട്. അപ്പൊ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് കർട്ടന്റെ പുറകിൽ കണ്ടൊരു കാര്യം, ഈ ഐസ് ഇങ്ങനെ വാള് വെച്ച് അറുത്ത് മുറിക്കുകയാണ്. ഐസിനൊരു പ്രത്യേകതയുണ്ട്, ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടും. വാള് വെച്ച് അറുത്ത് രണ്ടാക്കിയിട്ട് സ്റ്റേജിൽ കൊണ്ടുവന്ന് ചേർത്ത് ഇങ്ങനെ മുട്ടിച്ച് വെച്ചിരിക്കുന്ന സാധനം അദ്ദേഹം തലകൊണ്ടടിച്ച് പൊട്ടിക്കുക. വ്യാജഭാവം മനുഷ്യന്റെ മുന്നിൽ കാണിക്കുന്ന. അതുപോലൊന്നും ചെയ്യേണ്ട കാര്യം നമ്മുടെ കർത്താവിനല്ല കേട്ടോ. ഇപ്പോഴേ ഒലിവുമല താഴെ നിന്ന് പിളർന്നു തുടങ്ങി എന്നൊക്കെ പറയുന്നൊന്നും ചുമ്മാതെ മനുഷ്യരോടൊന്നും പറഞ്ഞു കളയരുത്. ഇന്ന് ഇതൊക്കെ സെർച്ച് ചെയ്യാൻ ഇന്റർനെറ്റും മറ്റു മാധ്യമങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ സെർച്ച് ചെയ്യും. നമ്മൾ പറയുന്നതിന്റെ ഉള്ള വിശ്വസനീയതയോടെ നഷ്ടപ്പെടും. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കർത്താവ് കാൽ ചവിട്ടുമ്പോൾ ഒലിവുമലയല്ല, ഈ ഭൂമി തന്നെ പിളരണമെന്ന് വിചാരിച്ചാൽ ആ നിമിഷം നടക്കും. പിന്നെ എന്തിനാ ഇപ്പോഴേ പിളർന്നുകൊണ്ടിരിക്കേണ്ട കാര്യം? അന്ന് അവന്റെ കാൽ ഒലിവുമലമേൽ വെക്കുമ്പോൾ കിഴക്ക് പടിഞ്ഞാറായ മല പിളർന്നു പോകും. ഒരു പാതി വടക്കോട്ടും ഒരു പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. മഹോപദ്രവത്തിന്റെ അന്ത്യത്തിൽ എതിർ ക്രിസ്തുവിനെയും ഇസ്രായേലിന് വിരോധമായി നിൽക്കുന്ന ലോകശക്തികളെയും ഹർമഗദോൻ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ശേഷം ലോകത്തിലുള്ള സകല ജാതികളെയും ന്യായം വിധിക്കുവാനായി കർത്താവ് തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും.
25:31 അത് പറയുന്നുണ്ട്. 25:31 മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഭൂമിയിലാണ് കേട്ടോ. അർമഗദോൻ എന്നുള്ള വാക്ക് വെളിപ്പാട് പുസ്തകം 16:16 തോന്നുന്നു. അവിടെ മാത്രമേ ആ വാക്ക് നമ്മൾ കാണുന്നുള്ളൂ. 2 എബ്രായ പദങ്ങൾ ചേർന്നാണ് ഹർമഗദോൻ എന്നുള്ള വാക്കുണ്ടാകുന്നത്. ഹർ എന്ന എബ്രായ വാക്കിന് മൗണ്ടൻ അല്ലെങ്കിൽ പർവ്വതം എന്നാണ് അർത്ഥം. ഹർ. മെഗിദ്ദോ എന്നുള്ള ആ സ്ഥലപ്പേര് കൂടെ ചേർന്ന് ഹർ മെഗദോൻ എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നു. അതിന്റെ അക്ഷരീയമായ അർത്ഥം മെഗിദ്ദോ പർവ്വതം, മൗണ്ടൻ ഓഫ് മെഗിദ്ദോ എന്നാണ് ഹർമഗദോൻ എന്നുള്ള വാക്കിന്റെ ലിറ്ററൽ മീനിങ്. മൗണ്ടൻ ഓഫ് മെഗിദ്ദോ. മെഗിദ്ദോ എവിടെയാണെന്ന് നോക്കിയാൽ ജസ്രീൽ എന്ന് പറയുന്ന സ്ഥലം ഗലീലയ്ക്കും ശമരിക്കും ഇടയ്ക്കായിട്ട്, ശമരിക്ക് വടക്കും ഗലീലയ്ക്ക് തെക്കുമായിട്ടുള്ളൊരു പ്രദേശമാണ് മെഗിദ്ദോ താഴ്വര എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയാണ് ഹർമഗദോൻ എന്ന് പറയുന്ന ആ സ്ഥലം. ഇത് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന ഒരു വലിയ യുദ്ധം അവിടെ നടക്കുന്നത് സംബന്ധിച്ചാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്, 16:1. അവിടെ 7 കലശങ്ങൾ ഭൂമിയിൽ ഒഴിച്ചു കളവിലെന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോട് പറയുന്നത് ഞാൻ കേട്ടു. മതി. ഇനി അടുത്തത് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 12 മുതൽ 16 വരെയുള്ള 7 കലശങ്ങളുമായിട്ട് ദൂതന്മാര് പോവുകയാണ്. അതിൽ ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുത്തുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും. തന്റെ നേരെ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ടിരിക്കുന്നവൻ ഭാഗ്യവാൻ. അവനവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നുള്ള പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. അവിടെ ഒരു വലിയ യുദ്ധം നടക്കുന്നു. അതിനുശേഷം മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വന്ന് തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അതിനു മുൻപായി എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളയും. വെളിപ്പാട് 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 19, 20, 21. വെളിപ്പാട് 19, 20, 21. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളയും. തുടർന്ന് ലോകത്തിലുള്ള സകല ജാതികളെയും ന്യായം വിധിക്കുവാനായി കർത്താവ് തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ലോകത്തിലുള്ള, ആ വാക്ക് ശ്രദ്ധിക്കണം, അന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവർ. ആ ന്യായവിധി സംബന്ധിച്ച് കർത്താവ് വെളിപ്പെടുത്തുന്നതാണ് മത്തായി 25:31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളഞ്ഞതിന് ശേഷം കർത്താവ് തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ന്യായം വിധിക്കുന്നു. ആ ന്യായവിധി സംബന്ധിച്ചാണ് 25-ാം അധ്യായത്തിന്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ആ ന്യായവിധിയെക്കുറിച്ച് യോവേൽ പ്രവാചകനിലൂടെ ദൈവം മുന്നറിയിച്ചിട്ടുണ്ട്. യോവേൽ 3:12 ഞാനങ്ങ് വായിക്കാം. യോവേൽ 3:12 ജാതികൾ ഉണർന്നു, യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ, അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെ ന്യായം വിധിക്കേണ്ടതിനിരിക്കും. അപ്പോൾ യഹോശാഫാത്ത് താഴ്വരയിൽ സകല ജാതികളെ ന്യായം വിധിക്കേണ്ടതിന് മഹാന്യായാധിപനായി നമ്മുടെ കർത്താവ് തേജസ്സുള്ള സിംഹാസനത്തിൽ ഇരിക്കുകയാണ്.
വെളിപ്പാട് പുസ്തകം 20:4 അവിടെ പറയുന്നുണ്ട്. 20:4 വായിച്ചേ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. വായിച്ചു. യേശുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര ആയിരുന്നവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവർ ഈ 1000 ആണ്ട് നടക്കുന്ന ഒരു ന്യായവിധിയാണത്. മത്തായി 25:31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതും, യോവേൽ 3:12 പറയുന്നതും, വെളിപ്പാട് പുസ്തകം 20:4 പറയുന്നതും അത് വെള്ളസിംഹാസന ന്യായവിധിയല്ല. വെള്ളസിംഹാസന ന്യായവിധി വരുന്നുണ്ട്. 21 അധ്യായത്തിന് 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വെള്ളസിംഹാസന ന്യായവിധി, ആ ന്യായവിധി അന്ത്യന്യായവിധിയാണ്. 20 അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 20 അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന വെള്ളസിംഹാസന ന്യായവിധി, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, അതല്ല ഇവിടെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യഹോശാഫാത്ത് താഴ്വരയിൽ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ ന്യായം വിധിക്കുക. പ്രധാനപ്പെട്ട 3 ന്യായവിധികൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 ന്യായവിധികൾ. 2 ഞാൻ പറഞ്ഞു. ഒന്ന്, യഹോശാഫാത്ത് താഴ്വരയിൽ ഇരുന്നുകൊണ്ട് ഭൂമിയിലെ ജാതികളെ ന്യായം വിധിക്കുന്നു. മറ്റൊന്ന് അന്ത്യന്യായവിധി, വെള്ളസിംഹാസന ന്യായവിധി. ഇനി വേറൊരു ന്യായവിധിയും കൂടെ ഉണ്ട്. ആർക്കെങ്കിലും പറയാം? വിശുദ്ധന്മാർക്ക് കൊടുക്കുന്ന കിരീടങ്ങളെ കുറിച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. 2 കൊരിന്ത്യർ 5:10 വാക്യത്തിൽ അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനൊക്കെ എണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. വെളിപ്പെടേണ്ടതാകുന്നു. ഓക്കെ, വെളിപ്പെടേണ്ടതാകുന്നു. ദൈവസഭയ്ക്ക് പ്രതിഫലം വിഭജിക്കുന്ന ന്യായവിധിയാണിത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും, പൗലോസ് പറയുകയാണ്, നാം എല്ലാവരും എന്ന് പറയാം, വിശുദ്ധന്മാരെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് വെളിപ്പെടേണ്ട. ഇന്ന് സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ കർത്താവ് പ്രതിഫലം വിഭജിക്കുന്ന ഒരു ന്യായവിധി ഉണ്ട്. അത് നാം ചെയ്ത പ്രവർത്തികൾക്കൊത്തവണ്ണം പ്രതിഫലം വിഭജിക്കുന്ന ന്യായവിധിയാണ്. യഹോശാഫാത്ത് താഴ്വരയിൽ നടക്കുവാനുള്ള ന്യായവിധിയെ സംബന്ധിച്ചാണ്, അത് ഭൂമിയിൽ നടക്കുന്ന ന്യായവിധിയെ സംബന്ധിച്ചാണ് മത്തായി 25:31 മുതൽ 46 വരെയുള്ള ഭാഗത്ത് കർത്താവ് അരുളി ചെയ്യുന്നത്. ആ ന്യായവിധിയിൽ ഭൂമിയിലുള്ള സകല ജാതികളും കർത്താവിന്റെ മുൻപിൽ കൂട്ടും. യോവേൽ പ്രവാചകനിലൂടെ യഹോവ അരുളി ചെയ്തതുപോലെ എല്ലാവരെയും കൂട്ടും. അന്ന് കർത്താവ് അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർപിരിക്കുന്നത് പോലെ രണ്ടായി വേർതിരിക്കും. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർപിരിക്കുന്നത് പോലെ രണ്ടായി വേർതിരിക്കും. ഒരു കൂട്ടർ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത്, മറ്റേ കൂട്ടർ സിംഹാസനത്തിന്റെ ഇടത്തുഭാഗത്ത് നിൽക്കും. വലത്തുഭാഗത്തേക്ക് വേർതിരിച്ചിരിക്കുന്നവർക്ക് അനുഗ്രഹത്തിലേക്ക് പ്രവേശനവും, ഇടത്തുഭാഗത്തേക്ക് വേർതിരിച്ചിരിക്കുന്നവർക്ക് ശാപവും ശിക്ഷയും വിധിക്കപ്പെടുന്നു. മഹോപദ്രവകാലത്തിൽ എതിർ ക്രിസ്തുവിനെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുകയും തങ്ങളുടെ നെറ്റിമേലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരിക്കുകയും ചെയ്തവരായ ഒരു സമൂഹം ഈ ഭൂമിയിൽ അവർ വളരെ കഷ്ടത അനുഭവിക്കും. അവർ മശിഹയുടെ സ്വന്തം ജനമാണ്. വെളിപ്പാട് പുസ്തകം 13:17 വായിക്കുക. വെളിപ്പാട് പുസ്തകം 13:17 അവിടെ പറയുന്നു, മൃഗത്തിന്റെ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവൻ അല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ മഹിയാതെയാക്കുന്നു. വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ കഴിയാതെയാകുന്നു.
മഹോദരവകാലത്തിൽ എതിർ ക്രിസ്തുവിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ സാധിക്കില്ല. അന്ന് എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കാത്തവരായ യഹൂദന്മാർ അവർക്ക് യാതൊന്നും വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ അവർ പീഡ അനുഭവിക്കും. ആ നാളുകളിൽ അവർക്ക് ഉണ്മാനും ഉടുക്കുവാനും പാർക്കുവാനും വേണ്ട സഹായം ചെയ്യുന്നവർ, അതിനുവേണ്ടി ദൈവം ചിലരെ ഭൂമിയിൽ ജാതികളിൽ ചിലരെ ഒരുക്കും. അവർക്ക് അവരോട് കരുണ തോന്നും. അന്ന് മെഷിഹയുടെ ജനത്തിന് സഹായം ചെയ്യുന്ന ജാതികളെ കുറിച്ചുള്ള വെളിപ്പാടാണ് 24-ാം അധ്യായത്തിന്റെ 25-ാം അധ്യായത്തിന്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. വായിച്ചാട്ടെ, 25-ന്റെ 34 മുതൽ 36 വരെ. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാൻ. രാജാവ് തന്റെ വലത്തുള്ളവരോട്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് അരുളി ചെയ്യും. അവരോട് പറയും, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു എന്ന് അരുളി ചെയ്യും. ഇത് ക്രിസ്തുവിന്റെ വാഴ്ചയിൽ അവന്റെ മുദ്ര ഏൽക്കാത്തവർക്ക് അവർക്ക് യാതൊന്നും വിൽക്കുവാനോ വാങ്ങുവാനോ സാധിക്കുകയില്ല. അനേകർ രക്തസാക്ഷികളാകും, അനേകർ മഹാകഷ്ടത്തിലാകും. അന്ന് അവർക്ക് സഹായം ചെയ്തവരും ചെയ്യാത്തവരുമായ ജാതികളെയാണ് യഥാക്രമം അനുഗ്രഹത്തിനും ശിക്ഷയ്ക്കുമായി രണ്ടായി തിരിക്കുന്നത്. അവർ ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കൊടുപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തയിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അന്ന് മുദ്ര ഏൽക്കാത്തവർ, അവരനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ അവർക്ക് ചെയ്ത സഹായം ചെയ്തവർ, അവരെ അനുഗ്രഹത്തിലേക്ക് ആനയിക്കുകയാണ്. സഹസ്രാബ്ദ വാഴ്ചയിൽ അവര് മശിഹായോട് കൂടെ വാഴുകയാണ്. മറ്റവർ ശിക്ഷ അനുഭവിക്കുകയാണ്. നോക്കുക, ഇവിടെ ഒലിവുമല പ്രഭാഷണം നമ്മൾ പഠിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്രവചനങ്ങൾ മിക്കവയും ക്രോണോളജിക്കൽ ഓർഡറിലല്ല, കാലാനുക്രമണികയിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ മനസ്സിൽ വേണം. നമ്മൾ അതിനെ ഒരു വിധത്തിൽ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിച്ചു. ആദ്യം പറഞ്ഞത് യഹൂദനെ സംബന്ധിച്ചുള്ളത്, അത് ഇടയ്ക്ക് മഹോപദ്രവ കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ദൈവസഭയെ പറ്റിയുള്ളത് അതിനു മുൻപായി സംഭവിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഒടുവിൽ ജാതികളോടുള്ള അരുളപ്പാട് ഒടുവിൽ സംഭവിക്കുന്നത് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഭാവിയിൽ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട ന്യായവിധികളെ സംബന്ധിച്ച് മുമ്പേ ഞാൻ പറഞ്ഞു. ഇമ്പോർട്ടന്റ് ജഡ്ജ്മെന്റ്സ് ടു ടേക്ക് പ്ലേസ് ഇൻ ദ ഫ്യൂച്ചർ. അത് ഒന്ന്, വിശുദ്ധന്മാർക്ക് പ്രതിഫലം വിധിക്കപ്പെടുന്നു. മധ്യാകാശത്തിൽ ദൈവത്തിനായ യേശുക്രിസ്തുവിന്റെ ന്യായാസനം. 2, ഭൂമിയിലുള്ള ജാതികളെ ന്യായം വിധിക്കുന്നു. ഭൂമിയിൽ ഹോഷാഭാത്ത് താഴ്വരയിൽ കർത്താവിന്റെ ന്യായാസനം. മഹോദ്രവ കാലത്തിന് ശേഷം കർത്താവ് തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. 3, വെള്ളസിംഹാസന ന്യായവിധി അഥവാ അന്ത്യ ന്യായവിധി. വെളിപ്പാട് പുസ്തകം 20-ന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. ഈ 3 ന്യായവിധികൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊള്ളുക. ഒലിവുമല പ്രഭാഷണം എന്ന വിഷയം
പരിമിതമായ സമയത്തിൽ പറയാവുന്നിടത്തോളം വിവരിച്ച് പറയുവാനും ക്രമമായി വിവരിച്ചു തരുവാനും ദൈവകൃപയിൽ ശരണപ്പെട്ടു. ഞാൻ ആ വിഷയം ഒക്ടോബർ മാസത്തിന്റെ അവസാനമാണ് സ്റ്റാർട്ട് ചെയ്തത്. നവംബറിന്റെ 12-ാം ദിവസമാണ്. ഇനി നമുക്ക് ഏതാനും ക്ലാസ്സുകളും കൂടെ ഉള്ളൂ. ഡിസംബർ അവസാനം പരീക്ഷയാണ്. അപ്പൊ അതിനു മുമ്പ് അടുത്ത വിഷയത്തിലേക്ക് പോകണം. അതുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദ സഫറിംഗ് ഓഫ് ജീസസ്, ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ കഷ്ടാനുഭവം. സാറേ, മുമ്പേ പറഞ്ഞതിന് ഒരു സംശയം ചോദിക്കാൻ പറ്റുമോ? ഓക്കെ, പെട്ടെന്ന് ചുരുക്കമായിട്ട് പറയാവുന്നതാണ്. പറയാം, ഇല്ലെങ്കിൽ ചോദിച്ചോ. ഒരുപാട് സംശയമുള്ള ഈ നിത്യജീവങ്കിലേക്ക് വലത്ത് ഉള്ളവർ നിത്യജീവങ്കിലേക്ക് കടക്കുമെന്ന് പറയുമ്പോൾ ആ ജാതികളെ എവിടേക്ക് പോകുന്നു? 1000 ആണ്ട് വാഴ്ചയാണ്, അതിനപ്പുറത്തേക്ക് പോകുന്നുണ്ടോ? 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അവസാനം ഉണ്ടാകുന്ന ഗോഗ് മഗോഗ് യുദ്ധം അവിടെ വരുമ്പോൾ എതിർ ക്രിസ്തുവിനെ മഹാസർപ്പത്തെ, തടവിലായിരുന്ന മഹാസർപ്പത്തെ അഴിച്ചുവിടുന്നു. ഭൂമിയിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകുന്നു. ആ യുദ്ധത്തിൽ ഒരുപക്ഷെ അന്നുണ്ടായിരുന്ന, എൻ്റെ അനുമാനം ഇതാണ്, അത് വ്യക്തമായിട്ട് എവിടെയും വായിച്ചു കണ്ടിട്ടില്ല, അന്ന് യുദ്ധം ചെയ്യുവാൻ സഹസ്രാബ്ദ വാഴ്ചയിൽ ഈ ഭൂമിയിലുള്ള ജനമെന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇവരെ തന്നെ ആയിരിക്കാം അവൻ കലക്കി കർത്താവിനും വിശുദ്ധന്മാർക്കും എതിരെ തിരിക്കുന്നതെന്ന് കരുതുകയാണ്. അവർ ചെയ്ത എതിർ ക്രിസ്തുവിന്റെ മുദ്രയേറ്റവരായിരുന്നു അവരിൽ പലരും. പക്ഷെ അവര് ചെയ്ത ഒരു സൽപ്രവർത്തിക്കുള്ള ഒരു പ്രതിഫലമായി ഈ സഹസ്രാബ്ദ വാഴ്ച അവര് എൻജോയ് ചെയ്തു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. കാരണം നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ വ്യാഖ്യാനങ്ങളിൽ, പഠിപ്പിച്ചു വരുന്ന വ്യാഖ്യാനങ്ങളിൽ, കേട്ടുവരുന്ന വ്യാഖ്യാനങ്ങളിലെല്ലാം പറയുന്നത് എതിർ ക്രിസ്തുവിന്റെ മുദ്രയേൽക്കാത്തവരായ യഹൂദന്മാരെ സഹായിച്ചു. ആ സഹായിക്കുവാൻ അവർ പ്രാപ്തരായതാ ഇവർ മുദ്രയേറ്റവരായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കർത്താവിനോട് കൂടെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമെന്ന് കരുതാൻ സാധിക്കില്ല. പിന്നെ ഈ സഹസ്രാബ്ദ കാലം അവർ കർത്താവിനോട് കൂടെ ഒരു പ്രതിഫലം അനുഭവിച്ചു എന്ന് മാത്രമേ കരുതാൻ സാധിക്കത്തുള്ളൂ. ഒടുവിലായി അവർ ആയിരിക്കാം ഗോഗ് മഗോഗ് യുദ്ധം എന്ന് പറയുന്ന അന്ത്യ യുദ്ധത്തിൽ സാത്താനോട് ചേർന്ന് യുദ്ധം ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് കരുതുന്നത്. ആ നിലയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. സാറ്, നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇട്ടിരിക്കുകയല്ലേ ഓൾറെഡി? അതെ, ഓക്കെ, പറയൂ. അപ്പൊ പിന്നെ കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവർക്ക് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം, എന്താണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തെ കാംക്ഷിച്ചുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്നല്ലേ 8-ാം അധ്യായം, റോമൻ 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ ഇടത്ത് വശത്ത്, അതെ, 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമ്മൾ ഞരങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? ഞരക്കമുണ്ടോ? ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവർ അവർക്കൊന്നും ഭാരപ്പെടേണ്ടതല്ല. അവർ കർത്താവിന്റെ രഹസ്യ പ്രത്യക്ഷതയിൽ തന്നെ ഇവിടെ നിന്ന് എടുക്കപ്പെടും. ഓക്കെ സാർ, ഒരു കാര്യം കൂടി. നേരത്തെ ഈ യഹൂദന്മാരെ സഹായിക്കുന്നവരെ, അവരെ പറ്റിയല്ലേ ഈ മത്തായി സുവിശേഷം 25:34 പറയുന്നത്? അതല്ലേ അവർക്ക്? അപ്പൊ ഈ ലോകസ്ഥാപനം മുതലേ ഉള്ള രാജ്യം എന്ന് പറയുന്ന നിത്യത അല്ലേ സാർ? അത് അവിടെ കർത്താവിനോട് കൂടെ വാഴ്ചയാണ് നമ്മൾക്ക് കരുതുവാൻ സാധിക്കുന്നത്. അതിനപ്പുറമായിട്ട് നമുക്ക് ഒരു പ്രതീക്ഷ അവരെ കുറിച്ച് ഉണ്ടാകാൻ പറ്റില്ല. കാരണം ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ മുദ്രയേറ്റവരാണ്. നമ്മൾ ഇന്ന് പഠിച്ചു വരുന്ന വ്യാഖ്യാനങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ വ്യക്തികള് മുദ്രയേറ്റിട്ടുള്ളവരാണ്. മുദ്രയേറ്റവർക്ക് ഒരു കാരണവശാലും നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ല. എന്നാൽ അവർ ചെയ്ത പ്രവർത്തിക്ക് ഒരു പ്രതിഫലം എന്ന നിലയിലാണ് പറയുന്നത്. അവരോട് പറയാം, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, നിങ്ങൾ കുടിപ്പാൻ തന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ആ ഒരുക്കിയിരിക്കുന്ന രാജ്യം ഭൂമിയിൽ, പിന്നെ കർത്താവിന്റെ വാഴ്ച, നമ്മളെ നിത്യമായിട്ടുള്ള വാഴ്ചയെ പറ്റി പറയുമ്പോൾ അത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. അതാണ് പിന്നീട് ഇതിന് ശേഷം നടക്കുന്നത്. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം ഈ ഭൂമിയെല്ലാം പത്രോസ് പറഞ്ഞിരിക്കുന്ന മൂലപദാർത്ഥങ്ങളെല്ലാം കത്തിയേരിയും പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ഇവിടെ ഏത് ഭൂമിയിൽ തന്റെ വിശുദ്ധന്മാർ നിന്ദിക്കപ്പെട്ടുവോ ഉപദ്രവിക്കപ്പെട്ടുവോ അവിടെ അവർ തങ്ങളുടെ മഹാരാജാവിനോട് ചേർന്ന്
രാജകുമാരന്മാരായി കുമാരിമാരായി വാഴുന്ന ഒരു സഹസ്രാബ്ദം. അതിനുശേഷം ഈ രാജ്യം ഇവിടെയില്ല. പിന്നെയുള്ളത് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അവിടേക്ക് ഈ എതിർ ക്രിസ്തുവിന്റെ മുദ്രയേറ്റവൻ എങ്ങനെ അവിടേക്ക് പോകാൻ പറ്റുന്നത്? അപ്പൊ ഈ ലോകസ്ഥാപനം എന്ന് പറയുമ്പോൾ മത്തായിയുടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഗതത്തിന്റെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. നമ്മെ തിരഞ്ഞെടുത്തത് സംബന്ധിച്ച് പറയുമ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ എന്ന് പറയുന്നുണ്ട്. അതുപോലെ സഹസ്രാബ്ദ വാഴ്ച ഇവിടെ ദൈവം ആദിയിൽ സൃഷ്ടിച്ചിരുന്ന ഭൂമി പോലെ ഒരു ഫലസമ്പൂർണമായ ഫലപുഷ്ടമായ ഒരു സുഖ സൗകര്യങ്ങളുള്ള ഒരു ഭൂമി അവിടെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ഒരുക്കിയിരുന്ന ആ ഒരു ഭൂമിയിലെ ആ വാഴ്ചയെ പറ്റിയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? ലോകസ്ഥാപനത്തിന് മുൻപേ ഒരുക്കപ്പെട്ടിരുന്ന ഒരു പദ്ധതിയായിരുന്നു, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഇപ്പം വെളിപ്പാട് 21-24 ജാതികൾ അവന്റെ പ്രകാശം നടക്കാന്ന് പറയുന്ന ഈ ജാതികളാണ്. അല്ല, അല്ല, അത് വിശുദ്ധന്മാരെ കുറിച്ച് നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ്. അത് സ്വർഗത്തിൽ കാണപ്പെടുന്ന വിശുദ്ധന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ്. ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം എന്നെ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു 60 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ ലോകത്തിലില്ല. ഞാൻ പറഞ്ഞത് ജോയ് സഹോദരന് മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ ലോകസ്ഥാപനത്തിനു മുൻപേ ദൈവം ഒരുക്കിയിരുന്ന ഒരു പദ്ധതിയാണ് ഈ സഹസ്രാബ്ദ വാഴ്ച. മനസ്സിലാവുന്നുണ്ടാവും. ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന. ആ നിലയിലാണ് വേദപഠിതാക്കളെല്ലാം പറയുന്നത്. പിന്നെ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിനുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കാം. ഇത്രയുമാണ് നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഓക്കെ, മുന്നോട്ട് പോട്ടെ. യേശുവിന്റെ കഷ്ടാനുഭവം സംബന്ധിച്ച് നാം ഇനി പഠിക്കുന്നത്, യേശു അനുഭവിച്ച കഷ്ടതകൾ. നമ്മൾ പറയുമ്പോൾ അത് ക്രൂശ് മരണവും അനുബന്ധമായ പീഡകളുമാണ് നമ്മൾക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. എന്നാൽ യേശുവിന്റെ കഷ്ടതകൾ, ക്രൂശ് മരണം അനുബന്ധമായ പീഡകളുമാണ് കൊടിയ കഷ്ടത യേശു അനുഭവിച്ചത്. എന്നാൽ അവിടേക്ക് ചുരുങ്ങരുത്. അത് മാത്രമായിരുന്നില്ല. യേശു അനുഭവിച്ച കഷ്ടതകളെ ചെറുതും വലുതുമായി നമുക്ക് തരംതിരിക്കാൻ സാധിക്കില്ല. എല്ലാം കഠിനമായ കഷ്ടതകളായിരുന്നു. യേശു അനുഭവിച്ച കഷ്ടതകളിൽ ചിലത് നമുക്കിവിടെ പഠിക്കുവാൻ. ഒന്നാമത്, ദൈവിക മഹത്വം വെടിഞ്ഞ് മനുഷ്യനായി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വരുമ്പോൾ താൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുക്കുകയായിരുന്നു. തന്റെ ദൈവികമായ മഹത്വം ഉപേക്ഷിച്ചുകൊണ്ട് വീഴ്ച സംഭവിച്ച മനുഷ്യന്റെ രൂപമെടുക്കുകയായിരുന്നു. എത്ര ശ്രേഷ്ഠമേറിയ ഔന്നത്യമേറിയ മഹത്വം ഉപേക്ഷിച്ചുകൊണ്ടാണ് ദൈവപുത്രൻ മനുഷ്യ സാദൃശ്യത്തിലായതെന്ന് ഓർക്കുമ്പോൾ അത് തന്നെ ഒരു കഷ്ടാനുഭവമായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയും. കർത്താവ് തന്റെ ഐഹിക ശുശ്രൂഷ തികയ്ക്കാറാകുമ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 17:5 നാം ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ലോകമുണ്ടാകുന്നതിന് മുമ്പേ, അതായത്
അനാദികാലം മുതൽ നിത്യതയോളം ഉള്ള ആ ദൈവികമായ മഹത്വം തന്നെത്താൻ ഒഴിഞ്ഞ് മനുഷ്യ സാദൃശ്യത്തിനായി മുള്ളും പറക്കാരെയും നിറഞ്ഞ ശാപഗ്രസ്തമായ ഭൂമിയിൽ 33.5 വർഷക്കാലം യേശു ജീവിച്ചത് താൻ സഹിച്ച വലിയ കഷ്ടതകളിൽ ഒന്നായിരുന്നു. 2, യേശുവിന്റെ ഐഹിക ജീവിതകാലത്തുടനീളമുണ്ടായ കഷ്ടങ്ങൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. എബ്രായർ 2-ന്റെ 9-ാം വാക്യം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അതിന്റെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനെ കാണുന്നു. He has made himself a little lower than the angels. നമ്മുടെ രക്ഷയ്ക്കായി പ്രായശ്ചിത്തയാഗമായി മരണമേൽക്കേണ്ടതിന് യേശു ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി മനുഷ്യ സാദൃശ്യത്തിലായി. ഈ പറയുന്നതിനർത്ഥം തന്റെ പദവി സംബന്ധിച്ച് യേശു ദൂതന്മാരെക്കാൾ കുറഞ്ഞവനായി എന്നല്ല. പദവി സംബന്ധിച്ച് അവൻ ഭൂമിയിലായിരുന്നപ്പോഴും ദൈവപുത്രനായിരുന്നു. എബ്രായർ 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. എബ്രായർ 1-ന്റെ 6 മുതൽ 8 വരെ. ആദ്യജാതനെ പിന്നെയും ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. അപ്പോൾ പുത്രൻ എന്നും എന്നേക്കും ദൈവമാണ്. ദൈവത്തിന്റെ സകല ദൂതന്മാരും പുത്രനെ നമസ്കരിക്കുന്ന ശുശ്രൂഷക്കാർ മാത്രമാണ്. പിന്നെന്താണ് ദൂതന്മാരെക്കാൾ അല്പം ഒരു താഴ്ച വന്നവനായെന്ന് പറഞ്ഞത്? ദൈവപുത്രൻ മനുഷ്യ സാദൃശ്യത്തിലായി ഭൂമിയിലേക്ക് വന്നപ്പോൾ അവന്റെ പദവിക്ക് മാറ്റം വന്നില്ല. അവിടെ എന്നേക്കും ദൈവമാണ്. താൻ എന്നേക്കും അവകാശിയായി ചെങ്കോൽ വഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ ഐഹിക ശുശ്രൂഷ വേളയിൽ പോലും കാറ്റും കോളും പോലും പ്രപഞ്ച ശക്തികൾ പോലും അവനെ കീഴ്പ്പെടുന്നതായി നാം കാണുന്നത്. പിന്നെ എന്താണ് ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി എന്ന് പറഞ്ഞത്? കർത്താവ് തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തിയല്ലേ സൃഷ്ടിച്ചത്? അതുകൊണ്ടാണോ? അതെ, അവിടേക്ക് വരികയാണ്. അപ്പൊ തന്റെ ശരീരം മനുഷ്യർക്കുള്ളത് പോലെ ബലഹീനമായ ശരീരമായി തീരേണ്ടത് ആവശ്യമായിരുന്നു. കാരണം പാപികളായ മനുഷ്യരെ രക്ഷിക്കാൻ ദൈവത്തിന് കൃപ തോന്നിയതിനാൽ ദൂതന്മാരെ സൃഷ്ടിച്ചവനായ യേശു തന്റെ സൃഷ്ടികളായ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായി മനുഷ്യനായി ജനമെടുത്തു. അവിടെ പറഞ്ഞ പദം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത്, ദൂതന്മാർക്ക് മരണം ആസ്വദിക്കാൻ സാധിക്കില്ല, ദൂതന്മാർക്ക് മരിപ്പാൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, കർത്താവ് പറഞ്ഞതാ. ലൂക്കോസിന്റെ സുവിശേഷം 20:36 ഒന്ന് വായിച്ചേ. ലൂക്കോസ് 20:36. അവൻ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൈവതുല്യരും ദൂതതുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതോ മോശയും ഉൾപ്പെടർപ്പ് ഭാഗത്ത് അവർക്ക് ഇനി മരിപ്പാനില്ലാത്തൊരു ഭാഗമില്ലേ അവിടെ? 20:36. ലൂക്കോസ് 20:36. പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൈവദൂതന്മാരിലും ദൈവതുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. 35-ലാണ്. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല, അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. അതെ, അവർക്കിനി മരിപ്പാൻ ജോയി ബ്രദർ പറഞ്ഞു 35-ാം വാക്യത്തിൽ,
അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. പുനരുദ്ധാന ശരീരം പ്രാപിച്ചവരെ പറ്റി പറയുക, അവർ ദൂതതുല്യരാണ്, അവർക്കിനി മരിപ്പാൻ കഴിയുകയില്ല. neither can they die anymore, for they are equal unto the angels and are the children of God, being the children of the resurrection. അവർക്കിനി മരിപ്പാൻ കഴിയുകയില്ല, അവർ പുനരുദ്ധാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. അപ്പം ദൂതന്മാർക്ക് മരിക്കാൻ കഴിയില്ല. വ്യക്തമായല്ലോ? ഞാൻ പറഞ്ഞാലോ കർത്താവ് പറഞ്ഞ. അതുകൊണ്ട് നമുക്ക് പകരമായി മരണം ആസ്വദിക്കുവാൻ യേശു ദൂതന്മാരിലും താഴ്ച വന്നവനായി മനുഷ്യനായി ജനമെടുത്തു. നമുക്ക് പകരമായി മരണം ആസ്വദിപ്പാൻ അഥവാ തന്നെത്താൻ പ്രായശ്ചിത്തയാഗമായി അർപ്പിക്കുവാൻ ദൈവപുത്രൻ മനുഷ്യനായ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ ജന്മം സ്വീകരിച്ചുകൊണ്ട് ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ മരണം ആസ്വദിക്കേണ്ടതിന് ആ ഒരു മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് വന്നു. താൻ ജനിച്ചു വീണപ്പോൾ മുതൽ ദാരിദ്ര്യത്തിന്റെ വൈഷമ്യങ്ങൾ അനുഭവിച്ചവനാണ്. ഐഹിക ജീവകാലത്ത് വൈഷമ്യങ്ങൾ അനുഭവിച്ചു. മറിയ തന്റെ ആദ്യജാതനായ മകനെ പ്രസവിച്ചപ്പോൾ എവിടാ പ്രസവിച്ചത്? മറിയ എവിടാ പ്രസവിച്ചത്? വഴിയമ്പലത്തിൽ. അല്ല, എഴുതിയിട്ടില്ല കേട്ടോ, എഴുതിയിട്ടില്ല. ചിലരൊക്കെ പുൽത്തൊട്ടി പ്രസവിച്ചെന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഇവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കൊക്കെ അത്രയും ബോധമുണ്ട്. ആ പ്രസവിച്ച എവിടാന്ന് പറയുന്നില്ല. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ലൂക്കോസ് 2:7. അപ്പോൾ കടിഞ്ഞൂലായി പിറക്കുന്ന ആൺ പൈതൽ അവൻ ജനിച്ചപ്പോൾ അവനെ കിടത്തുവാൻ സ്ഥലമില്ലാതെ പുൽത്തൊട്ടി കിടത്തി. ആ കടിഞ്ഞൂലിന് പകരമായി അർപ്പിക്കാൻ ഒരു ആട്ടിൻകുട്ടിക്ക് വകയില്ലായിരുന്നു. അതുകൊണ്ട് 2 ഇണ പ്രാവിനോടുകൂടെ പ്രാവിൻ കുഞ്ഞിനെയോ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്ന പോലെ യാഗം കഴിപ്പാൻ അവർ യെരൂശലേമിലേക്ക് പോകുമ്പോൾ കൊണ്ടുവന്നത് ലൂക്കോസ് 2:24 നമ്മൾ കാണുന്നു. അപ്പോൾ വളരെ ദാരിദ്ര്യം അനുഭവിച്ച ഒരു കുടുംബത്തിൽ യേശുവിന്റെ ഐഹിക ജീവിതം മുഴു ജീവിതത്തിലും താൻ കഷ്ടതകൾ അനുഭവിച്ചിരുന്നു. മിശിഹായെ പറ്റി അവൻ വ്യസനം ശീലിച്ചവനായിരുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം മുന്നറിയിച്ചിട്ടുണ്ട്. 53:3 യെശയ്യാ 53:3 അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. രോഗം ശീലിച്ചവനെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ശരിയായ പരിഭാഷ അക്വൈന്റഡ് വിത്ത് ഗ്രീഫ്. അക്വൈന്റഡ് വിത്ത് ഗ്രീഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യസനം ശീലിച്ചവനായിരുന്നു. മക്കോബ് എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ് അവിടെ സോറോ എന്ന് ഇംഗ്ലീഷിലും രോഗം എന്ന് മലയാളത്തിലും പരിഭാഷ ചെയ്തിരിക്കുന്നത്. മക്കോബ് എന്നുള്ള എബ്രായ പദം. ആ പദത്തിന് മെന്റൽ പെയിൻ എന്നോ അഥവാ മനോവേദനയെന്നോ ശാരീരിക വേദന അഥവാ ഫിസിക്കൽ പെയിൻ എന്നോ 2 അർത്ഥത്തിലും അത് പരിഭാഷ ചെയ്യാവുന്നതാണ്. 2 അർത്ഥത്തിലും ഉപയോഗിക്കുന്ന ഒരു പദമാണ് മക്കോബ്. ദൈവവചനത്തിൽ ഈ 2 അർത്ഥത്തിലും ആ പദം കാണുന്നുണ്ട്. അപ്പോൾ യേശു രോഗം ശീലിച്ചവനായിരുന്നു എന്നുള്ള പരിഭാഷ അത് ശരിയല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ശരി, അക്വൈന്റഡ് വിത്ത് ഗ്രീഫ്. കാരണം ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ ജഡമെടുത്തപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, പാപമില്ലാത്ത ഒരു ശരീരമായിരുന്നു തൻ്റേത്. ആദാം പാപം ചെയ്യുന്നതിന് മുൻപുണ്ടായിരുന്നത് പോലെയുള്ള ഒരു ശരീരം. പാപം ചെയ്തത് നിമിത്തമാണ് മനുഷ്യന്റെ രോഗവും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് യേശു ഏതെങ്കിലും രോഗം ശീലിച്ചവനായിരുന്നു എന്ന് കരുതുവാൻ സാധിക്കില്ല. അക്വൈന്റഡ് വിത്ത് ഗ്രീഫ്, വ്യസനം അഥവാ ദുഃഖം ശീലിച്ചവൻ എന്ന് പരിഭാഷ ചെയ്യുന്നതാണ് ഉത്തമം. ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഹീബ്രു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മക്കോബ് എന്നുള്ള വാക്കാണ്. ആ വാക്കിന് സോറോ എന്നാണ് അർത്ഥം. അപ്പം ആ നിലയിൽ വ്യസനം ശീലിച്ചവനായിരുന്നു. ജീവിതത്തിൽ ഉടനീളം കഷ്ടതകൾ അനുഭവിച്ചവനായിരുന്നു. മുമ്പേ പറഞ്ഞതുപോലെ ബാല്യം മുതൽ ജനനം മുതൽ ദാരിദ്ര്യത്തിന്റെ പങ്കപ്പാടുകൾ അനുഭവിച്ചവനായിരുന്നു. അത്രയുമല്ല, തന്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ മതമേലധികാരികളാലുള്ള നിന്ദയും ഉപദ്രവം അനുഭവിക്കേണ്ടി വന്നു.
എബ്രായർ 12:3-4 വാക്യങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും. പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം, മത മേലധികാരികൾ, അവരുടെയൊക്കെ നിന്ന പരീക്ഷന്മാര്, ശാസ്ത്രിമാര്, സദൂക്യര്, ഇവരെല്ലാം യേശുവിനെ നിന്ദിച്ചിരുന്നു. എബ്രായർ 5:8 പറയുന്ന, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. അത് ആ കഷ്ടാനുഭവത്തിന്റെ ഏറ്റവും അവസാനമായിട്ടാണ് ക്രൂശ് മരണം നമ്മൾ കാണുന്നത്. അപ്പൊ യേശുവിന്റെ ഐഹിക ജീവിതകാലത്തുടനീളം യേശു കഷ്ടതകൾ അനുഭവിച്ചിരുന്നു. 3, യേശുവിന്റെ പീഡാനുഭവങ്ങളും ക്രൂശീകരണവും അനുബന്ധിച്ചുണ്ടായ കഷ്ടതകൾ. പീഡാനുഭവവും ക്രൂശീകരണവും. ക്രൂശിനോട് അടുക്കുന്ന വേളയിൽ യേശുവിന്റെ കഷ്ടതകൾ ഏറി വന്നുകൊണ്ടിരുന്നു. ക്രൂശീകരണത്തിന്റെ തലേ രാത്രിയിൽ ഗെത്സമന തോട്ടത്തിൽ വെച്ച് മത്തായി 26:38 വാക്യത്തിൽ നാം കാണുന്നു, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് യേശു പത്രോസിനോടും സബദിപുത്രന്മാരോടും പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ക്രൂശീകരണ വേളയിൽ യേശു അനുഭവിച്ച വിവിധങ്ങളായ വേദനകൾ, അത് ചിലത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടെ. 1, ശാരീരിക വേദനയും മരണവും. ശാരീരിക വേദനയും മരണവും. ക്രൂശ് മരണത്തെ പറ്റി മുമ്പ് ഞാൻ പറഞ്ഞതാണ്. ദീർഘമായ മണിക്കൂറുകൾ, ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ ക്രൂശിൽ കിടന്നാണ് ക്രൂശിക്കപ്പെടുന്ന വ്യക്തി സാധാരണ നിലയിൽ മരിക്കുന്നത്. അവന്റെ നാഡീ കേന്ദ്രങ്ങളിലൂടെയും സന്ധികളിലൂടെയും തുളച്ചു കയറിയിരിക്കുന്ന കട്ടിയുള്ള ആണികളാൽ, നിങ്ങൾ ഈ പടങ്ങളിൽ കാണുന്നത് പോലെ കൈയുടെ വെള്ളയ്ക്കല്ല കേട്ടോ ആണി അടിക്കുന്നത്. കൈയുടെ വെള്ളയ്ക്ക് ആണി അടിച്ചു കഴിഞ്ഞാൽ ഇവന് തൂങ്ങിക്കിടന്ന് കുറെ വേദന അനുഭവിച്ച് വലിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ കൈയുടെ ഇവിടെ വെച്ചിട്ട് ആണിയുടെ ഇവിടെ വെച്ച് കീറി കൈയങ്ങ് ഉരിപ്പോ. അടിക്കുന്ന റെസ്റ്റിന്റെ ഈ ഭാഗത്താണ്. നിങ്ങൾക്ക് കാണാമെന്ന് ചിന്തിക്കുന്നു. എന്റെ കൈ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് നമുക്കൊന്ന് ഞെക്കി നോക്കിയാൽ തന്നെ അറിയാം, നിരവധി നാഡികൾ ഉള്ള ഒരു സ്ഥലമാണ്. നാഡീ കേന്ദ്രങ്ങളിലൂടെ സന്ധികളിലൂടെ തുളച്ചു കയറിയിരിക്കുന്ന കട്ടിയുള്ള ആണികളാൽ മരക്കുരിശിനോട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തി, ആ വ്യക്തി രക്തം വാർന്നുകൊണ്ട് വേദന കൊണ്ട് അവശനായി കിടക്കുമ്പോൾ ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടും. വൈദ്യശാസ്ത്രം അസ്ഫിക്സിയ എന്ന പേർ പറയുന്ന അവസ്ഥയാണത്. ഇരു കൈകളും ആണികളാൽ തറയ്ക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ശ്വാസം എടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആണിയാൽ തറയ്ക്കപ്പെട്ട കാലുകളിൽ ഊന്നി മുകളിലേക്ക് വലിഞ്ഞ് ക്രൂശിക്കപ്പെട്ട വ്യക്തി ശ്വാസം എടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ മുതുകും പുറവും പരുപരുത്ത കുരിശിലുരയും അതിവേദന അനുഭവിക്കും. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന് മുൻപ് ചൂണ്ട പോലെയുള്ള ലോഹ കഷ്ണങ്ങൾ ഘടിപ്പിച്ച നീളമുള്ള ചാട്ടവാറുകൾ കൊണ്ട് കർത്താവിന്റെ പുറം ഉഴുവുചാലുകൾ പോലെ കീറപ്പെട്ടിരുന്നു. ആ അവസ്ഥയിൽ ക്രൂശിൽ കിടന്നപ്പോൾ യേശു ഏറെ കഷ്ടം അനുഭവിച്ചിരുന്നു. മശിഹായുടെ അടിപ്പിണരുകൾ സംബന്ധിച്ച് യെശയ്യാവ് മുന്നമേ പ്രവചിച്ചിട്ടുണ്ട്. 53:5 പുറം ഉഴവുചാല് കണക്കെ കീറപ്പെട്ടിരിക്കുമ്പോൾ മരക്കുരിശിൽ ഉരയുന്ന ആ വേദന എത്ര കഠിനമായ വേദന ഉളവാക്കുന്നു ഒന്ന് ഓർത്തു നോക്കിയേ. ക്രൂശിൽ തറയ്ക്കപ്പെടുന്നതിന് മുൻപ് തന്നെ കഠിനമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നത് കൊണ്ട്
യേശു ക്രൂശിൽ കിടന്ന ചില മണിക്കൂറുകൾക്കുള്ളിൽ ജീവനെ വെടിഞ്ഞു. സാധാരണ ക്രൂശിൽ കിടക്കുന്ന വ്യക്തി മരിക്കുവാൻ വൈകുമ്പോൾ അവിടെ ക്രൂശിൽ തറച്ച ശേഷം അവിടെ കാത്തിരുന്ന് മുഷിയുന്ന പടയാളികൾ ഒരു പണി ചെയ്യും. പടയാളികൾ ചെയ്യുന്നത് ക്രൂശിക്കപ്പെട്ടവന്റെ തുടയെല്ലുകൾ ലോഹദണ്ഡുകൊണ്ട് അടിച്ചുടയ്ക്കും. അങ്ങനെ തുടയെല്ലുകൾ തകർന്നു കഴിഞ്ഞാൽ പിന്നെ കാലിലൂന്നി ഉയർന്ന് ശ്വാസം എടുക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ക്രൂശിക്കപ്പെട്ട വ്യക്തി വേഗം മരണപ്പെടും. അതുകൊണ്ടാണ് റോമ പടയാളികൾ വന്ന് യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന ഒന്നാമത്തെയും അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട രണ്ടാമന്റെയും കാൽ ഒടിച്ചതായിട്ട് നാം വായിക്കുന്നത്. അവർ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാൽ ഒടിച്ചില്ല എന്ന് കാണുന്നു. യോഹന്നാൻ 19:31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അതൊരു പ്രവചന നിവൃത്തിയാണ്. യേശു നമ്മുടെ വീണ്ടെടുപ്പിനായി സാക്ഷാൽ പെസഹ കുഞ്ഞാടായി അറക്കപ്പെടണമായിരുന്നു. പെസഹ കുഞ്ഞാടിന്റെ അസ്ഥികളൊന്നും ഒടിക്കരുതെന്ന് ന്യായപ്രമാണം പറയുന്നു. അതുകൊണ്ട് യേശുവിന്റെ അസ്ഥികളൊന്നും ഒടിച്ചില്ല. അടിമകൾക്ക്, രാജ്യദ്രോഹികൾക്ക് മാത്രം നൽകുന്ന ഏറ്റവും പരിഹാസ്യമായ മൃഗീയമായ ഒരു ശിക്ഷയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചത്. അതിന്റെ ശാരീരിക വേദനയും മറന്നു. 2, പാപം വഹിച്ചത് നിമിത്തമുള്ള വേദന. യേശുവിന്റെ ശിഷ്യനായിരുന്ന പത്രോസ് യേശുവിനെ കുറിച്ച് പറയുന്നത്, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. 1 പത്രോസ് 2:22. അവൻ പാപം ചെയ്തിട്ടില്ല. പൗലോസ് പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പൗലോസ് പറയുന്നു പാപം അറിയാത്തവനാണ്. 1 യോഹന്നാൻ 3:6 പറയുന്നു, അവനിൽ പാപമില്ല. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിയാത്തവൻ, അവനിൽ പാപമില്ല. തിരുവെഴുത്തിങ്ങനെ പറയുമ്പോൾ പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ എല്ലാവരുടെയും പാപം വഹിച്ചു. യശയ്യായെക്കുറിച്ച് യശയ്യാ ഇങ്ങനെ പറയുന്നു, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. 53:6 പറയുന്നു, നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. 53:12 പറയുന്നു, അവൻ അനേകരുടെ പാപം വഹിക്കും. അവൻ കടന്നു പോകുമ്പോൾ അവനെ ചൂണ്ടിക്കൊണ്ട് ശ്രാവകനായ യോഹന്നാൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവന്റെ മേൽ നമ്മുടെ എല്ലാം പാപം ചുമത്തി. നമ്മുടെ പാപം വിശ്വസിച്ച് നീതീകരണം പ്രാപിക്കുന്നവരായ സകല മനുഷ്യരുടെയും പാപം യേശുവിന്റെ മേൽ ചുമത്തി. പാപമില്ലാത്തവന് പാപം ചുമത്തപ്പെട്ടവനായി യേശുവിന്റെ നീതി നമ്മുടെ മേൽ ചുമത്തി. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ യോം കിപ്പൂർ എന്ന് പറയുന്ന മഹാപാപ പരിഹാര യാഗത്തിന്റെ ദിവസം 16-ന്റെ 5-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, മഹാപുരോഹിതൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാപയാഗത്തിനായി 2 കോലാട്ടുകൊറ്റനെയും 2 കോലാട്ടുകൊറ്റനെയും ഹോമയാഗത്തിനായി 1 ആട്ടുകൊറ്റനെയും വാങ്ങണം. അവൻ ആ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ അഹരോൻ യഹോവയ്ക്കെന്ന് ഒരു ചീട്ടും അസസയിൽ നിന്നൊരു മറ്റൊരു ചീട്ടും ഇടും. ചുരുക്കി പറയാം, ആ യഹോവയ്ക്കെന്ന് ചീട്ട് വീണ ആട്ടുകൊറ്റനെ അറുത്ത് അതിന്റെ രക്തം ആലയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് കൃപാസനത്തിന്മേൽ തളിക്കുമ്പോൾ അസസേൽ, ദ ഗോട്ട് ഓഫ് റിമൂവൽ, ആ ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹരോൻ 2 കൈയും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ അകൃത്യങ്ങളും ചുമത്തി അതിനെ ഒരാളുടെ വശം മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുകൊറ്റൻ അവരുടെയൊക്കെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് ശൂന്യപ്രദേശത്തേക്ക് പോകും.
അവണ്ണം യേശു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തുമ്പോൾ യാഗമായി അറക്കപ്പെടുന്ന ദൈവകുഞ്ഞാടായി അപ്പോൾ തന്നെ പാപം ചുമന്നൊഴിക്കുന്ന അസസയിലായി ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മലയാളത്തിൽ ചുമക്കുന്ന എന്നുള്ളത്. Behold the Lamb of God who takes away the sin of the world. Behold the Lamb of God who takes away, പാപം ചുമന്ന് കൊണ്ട് പോകുന്ന, ദൂരേക്ക് പോകുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എബ്രായർ 9:28 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. യേശു പാപം ചെയ്തിട്ടില്ല. യേശു പാപം അറിയാത്തവനായിരുന്നു. യേശുവിൽ പാപമില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തയാഗത്തിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാവരുടെയും പാപം, വിശ്വസിക്കുന്ന എല്ലാവരും, ആ പദം ഒന്ന് അടിവരയിട്ടേക്കണം, വിശ്വസിക്കുന്നവരുടെ എല്ലാവരുടെയും പാപം പിതാവാം ദൈവം യേശുവിനെ ചുമത്തി. ആദാമ്യ വർഗത്തിന്റെ രക്ഷയ്ക്കായി അവരുടെ പാപത്തിന്റെ കൈപ്പേറിയ പാനപാത്രം പരിശുദ്ധനായ യേശുവിന് കുടിക്കേണ്ടി വന്നു. പാപത്തിന്റെ കൈപ്പേറിയ പാനപാത്രം കണ്ടിട്ട് പാപം ചെയ്യാത്തവനായ, പാപം അറിയാത്തവനായ, പാപമില്ലാത്തവനായ യേശു പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. പാപത്തിന്റെ പാനപാത്രം, അല്ലാതെ ക്രൂശ് മരണത്തെ കുറിച്ചല്ല പറഞ്ഞത്, കേട്ടോ. എന്നാൽ യേശു പിന്നെ പറയുന്നത്, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെയാകട്ടെ. പാപത്തിന്റെ കൈപ്പേറിയ പാനപാത്രം കുടിച്ച് അത് കടുത്ത വേദന ഉളവാക്കുന്ന അനുഭവമായിരുന്നു. നീതിമാനായ യേശു, പാപമില്ലാത്തവനായ, പവിത്രൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, പരിശുദ്ധൻ എന്ന് പറയുന്നത്, നീയല്ലോ ഏക പരിശുദ്ധൻ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. കോസിയോസ് എന്നുള്ള പദമാണ് അത്. മറ്റൊന്ന് എബ്രായ ലേഖനത്തിലാണ് കാണുന്നത്, പവിത്രൻ. ആ പവിത്രനായിരിക്കുന്ന, പരിശുദ്ധനായിരിക്കുന്നവൻ നമ്മുടെ എല്ലാവരുടെയും പാപം വഹിച്ചത് നിമിത്തമുള്ള ആ വേദന, അത് യേശു തന്റെ ആത്മാവിൽ അനുഭവിച്ച വേദനയാണ്. ഗത്സമന തോട്ടത്തിൽ വെച്ച് തന്റെ പ്രാണൻ വേദനയിലായി എന്ന് പറയുന്നത് അവന്റെ വീർപ്പുള്ളി നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയിത്തീർന്നതിന് കാരണം ഈ പാനപാത്രം കുടിക്കുന്നത് ഓർത്തുകൊണ്ടാണ്. പാപം വഹിച്ചത് നിമിത്തമുള്ള വേദന. ഇനി 2 കാര്യങ്ങൾ കൂടെയുണ്ട്. ഇപ്പോൾ തന്നെ 8:20 അതുകൊണ്ട് ഞാൻ ഇന്ന് അതിലേക്ക് പോകുന്നില്ല. അത് രണ്ടും ഒന്ന് പറഞ്ഞേക്കാം. പരിത്യജിക്കൽ നിമിത്തമുള്ള വേദന, ദൈവകോപം വഹിച്ചത് നിമിത്തമുള്ള വേദന. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതേപ്പറ്റി ചിന്തിക്കാം. ജോയ് ബ്രദർ പ്രാർത്ഥിച്ചാട്ട്. പ്രാർത്ഥിക്കാം. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പാദവിയുടെ വചന പഠനവുമായി ഇരിപ്പാൻ അടിങ്ങൾക്ക് അവിടെ നിന്ന് ഒരുക്കിയ വലിയ സാവകാശത്തിനായി അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം വളരെ ആഴത്തിൽ പഠിപ്പിച്ച പ്രിയ സാറിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവെ, അനേകർക്ക് ക്രിസ്തയേശുവിൽ പ്രയോജനപ്പെടുമാർ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. വളരെ ശക്തമായി കർത്താവിനാളും കരങ്ങളെടുത്ത് വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താബർ ബൈബിൾ കോളേജ് അടിയുള്ള എല്ലാ പ്രിയ അധ്യാപകരെയും അവസരത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ ചിറകളിൽ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്ലാറ്റ്ഫോമിൽ ദൈവവചനം പഠിക്കുവാൻ കടന്നു വന്ന അടികൾ എല്ലാവരുടെയും അനുഗ്രഹിക്കണമേ. നാളെ പ്രകാരം ചെയ്യുവാൻ കൃപ നൽകണമേ കർത്താവെ. കേൾക്കേണ്ട വചനങ്ങളെ കർത്താവ് അടിങ്ങളെ ജീവിതത്തിൽ അത് കർത്താവ് പ്രാവർത്തികമാക്കുവാൻ കർത്താവിന്റെ കൃപ അടിങ്ങളുടെ മേൽ പകരണമേ. വളരെ പരിജ്ഞാനത്തോടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ കൃപ നൽകണമേ കർത്താവെ. അവിടുത്തെ വരവിനായി അടിങ്ങളെ ഒരുക്കണമേ കർത്താവ്. ബുദ്ധിയുള്ള അമ്മമാരെ പോലെ കർത്താവ് വളരെ വിശ്വസ്തയോടെ കർത്താവിന്റെ ശുശ്രൂഷ മുഖത്ത് നിൽക്കുവാൻ അവിടുത്തെ കൃപ നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കാണുവോളം കർത്താവിന്റെ ചിറകളിൽ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങളെ ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങൾ തരുന്നു. സ്തോത്രം, മഹത്വം കർത്താവിന് സമർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.